ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദി പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഫ്രം ദി ടേബിൾ ത്രൂ വി ലുക്ക് ഫോർമുല. നമുക്ക് ബിസിനസ് പല സിനാരിയോസ് വരാറുണ്ട്. നമ്മൾ ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ബിക്കോസ് നമുക്കത് ഒരു ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്ക് നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് കൂടുതൽ കൊടുക്കും. ഇങ്ങനെ റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റിക്ക് റേറ്റ് വന്നു കണ്ടുപിടിക്കാനൊരു ചെറിയൊരു ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വലിയൊരു കൊട്ടേഷൻ കിട്ടി, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിന് നമുക്ക് ടേബിൾ വെച്ച് റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു മാനുവൽ വർക്ക് വരുന്നതാണ്. അതിന് നമുക്ക് എങ്ങനെ സിമ്പിളാക്കാവുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ടേബിൾ കാണാൻ നമുക്ക് ക്വാണ്ടിറ്റി 1 to 100 35, ക്വാണ്ടിറ്റി 101 to 150 33, 150 to 200 32, 200 to 300 31. ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കോളം കാണാം. പ്ലാസ്റ്റിക് റോൾ 85, 45, 85, 105, 110. ഇതിന് നമുക്ക് എങ്ങനെ ഫോർമുല കണ്ടെത്താൻ വെച്ചാൽ, നമുക്ക് ഫോർമുലാസിൽ നമ്മൾ വി ലുക്ക് ഫോർമുല ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വി ലുക്ക് ഫോർമുല വഴി ഇത് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് ഇത് കണ്ടെത്തേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വി ലുക്ക് ഫോർമുല. നമ്മളെടുത്തു വി ലുക്ക് ഫോർമുല വഴി വന്ന് നമ്മൾ കോളം സെലക്ട് ചെയ്യണം. കോളം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് നമ്മൾ ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് സി കോളം സെലക്ട് ചെയ്യണം. സി കോളത്തിന് നമ്മൾ ടേബിൾ അറേയിൽ നമ്മൾ ജെ ടു എൽ കോളം ഫുൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് അതിൽ കോളം ഇൻഡെക്സിൽ നമ്മൾ ത്രീ ഇടണം. ബിക്കോസ് നമുക്ക് വേണ്ടത് എല്ലിൻ്റെ വാല്യൂ ആണ്, 3ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ കൊടുക്കണം. നമ്മൾ 0 ടൈപ്പ് ചെയ്യണില്ല, ബിക്കോസ് നമുക്ക് വേണ്ടത് എക്സാക്റ്റ് വാല്യൂ അല്ല. നമുക്ക് വേണ്ടത് ജസ്റ്റ് ആ റേഞ്ചിൽ വരുന്ന വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കിട്ടും. നമ്മൾ എന്നിട്ട് ഇവിടുന്ന് ഈ സെല്ല് ലോക്ക് ചെയ്യുക. ബിക്കോസ് നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ സെല്ലിൻ്റെ റെഫറൻസ് ചേഞ്ച് ചെയ്യേണ്ടിരിക്കും. ഓപ്പോസിറ്റ് റെഫറൻസ് ആക്കുക. F4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കിട്ടും. ദാറ്റ് മീൻസ് 85 ക്വാണ്ടിറ്റിക്ക് നമുക്ക് വരുന്ന റേറ്റ് 35, 45ക്ക് 35, എബോവ് 100 വരുന്നത് 33, 150 എബോവ് വരുന്നതിന് 32, അതേപോലെ 200 എബോവ് വരുന്നതിന് 31 പ്രൈസ് നമുക്ക് ലഭിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക്. പക്ഷേ നമുക്ക് ഒരുപാട് നമ്മുടെ കരിയറിൽ ഇത് യൂസ് ചെയ്യേണ്ടി വരും പല സ്റ്റേജിലും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കൂടും. മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത വളരെ ലെസ്സായിരിക്കും. അപ്പോൾ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗ്രോത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഫൈൻ, താങ്ക് യു.